Dear friends, a warm good morning and have a nice day ahead. I'm Wiseman Reggie to discuss a bit about Care the Aged program. Actually, I had put a bit of time today morning, but yesterday night I came to know about the sad demise of one of the famous leaders, V.S. Achyutanandan comrade. So I thought I will connect these two topics together. വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്ന ഒരു കറകളഞ്ഞ ഒരു നല്ല സഖാവ്, ഒരു നല്ല നേതാവ്, ജനങ്ങളോടൊപ്പം നിന്ന ഒരു സാധുവായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റേതായ ആദർശങ്ങളുണ്ട്. വലിയ വിദ്യാഭ്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും ജനങ്ങൾക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം കെയർ ദ ഏജഡ്, പ്രായമുള്ളവരെ കരുതുക എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇറക്കിയ ഒരു ഷോർട്ട് വീഡിയോയിലും ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറഞ്ഞത്, ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഒരു വിഭാഗമാണല്ലോ പ്രായമുള്ള ജനങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഭാവിയിൽ പ്രായം ഉണ്ടാകാൻ സാധ്യതയുള്ളവരെയും കൂടെ കരുതി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ കറകളഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറയുന്നത്. അതിൽ പലരുണ്ട്. പിണറായി വിജയനുമൊക്കെ അതിനകത്ത് വരും, കെ കരുണാകരൻ, ഇ കെ നായനാർ, EMS, എല്ലാ നേതാക്കന്മാരും അതിനകത്ത് വരും, ഏത് പാർട്ടിയായാലും. അപ്പോൾ ഇതിൽ അച്യുതാനന്ദനിൽ വേറിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ, 4 ദിവസത്തെ കൊടും പോലീസ് മർദ്ദനങ്ങൾക്ക് ശേഷവും ഏകദേശം മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ ചാക്കിലാക്കി കൊണ്ടുപോയിട്ട് ചെറിയ അനക്കം ഉണ്ടായിരുന്ന അവിടുന്ന് ആശുപത്രിയിൽ പോയി, അവിടുന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കയറി വന്ന് പിന്നെയും ആർജവം കാണിച്ചു എന്നുള്ളതാണ്. ജനങ്ങളുടെ നന്മ, അല്ലെങ്കിൽ അടിമ വർഗം, അല്ലെങ്കിൽ അധസ്ഥിത വർഗം, തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളണം എന്നുള്ള ഉറച്ച തീരുമാനം. അല്ല, എന്നെപ്പോലെ ഒരു വ്യക്തിയാണെങ്കിൽ അതോടെ നിർത്തിയത്. 4 ദിവസമൊന്നും അടി കൊള്ളേണ്ടി വരില്ല. ഒറ്റ അടിക്ക് ഞാൻ പറഞ്ഞത് ഞാൻ ഇനി മേലെ പണിക്ക് പോകത്തില്ല. അത്രയ്ക്ക് ആത്മാർത്ഥമായി ജനത്തെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ജനാവലിയാണ്. ഇത്രയും പ്രായമായിട്ട് അസുഖങ്ങളോടെയാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്താൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കുടുംബവും സ്നേഹിതരും ഉറ്റവരും പാർട്ടി അംഗങ്ങളും സർക്കാരും എല്ലാം നല്ല രീതിയിൽ കരുതി എന്ന് വേണം പറയാം. അത് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ്. ഇപ്പോൾ ഈ സമൂഹത്തിൽ തന്നെ വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ ഒത്തിരി മുൻപന്തിയിൽ നിൽക്കുന്നെന്ന് അവകാശപ്പെടുന്ന പലരും കാണിക്കുന്ന ചില ചാബല്യങ്ങൾ, സമ്പത്തിൻ്റെ പുറകെ, അല്ലെങ്കിൽ വീട്, സ്ഥലം, കാറ്, സ്ത്രീധനം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിൽ പ്രായമുള്ളവരെ നിന്ദിക്കുന്നതിന് ഒരു പരിധിയിൽ അവരുടെ മക്കളുടെ മുന്നിൽ വെച്ചാണ് ഇത് കാണിക്കുന്നത്. നാളെ ഇതേ അവസ്ഥ അവർക്ക് വരും. ഇപ്പം പ്രായമുള്ളവരെ കരുതുക എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്ന അവരുടെ മക്കൾ അല്ലെങ്കിൽ അവർക്ക് അടുപ്പമുള്ളവർ അവരുടെ അടുത്തുണ്ടാവണം. അതൊരു പഴയ ചിന്താഗതിയാണ്. പിന്നെ പ്രായമാകുമ്പോൾ അങ്ങനെ ചിന്തിച്ച് പോകും. കാര്യം അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ. ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ വളരെ പ്രായമുള്ള ചില ബന്ധുക്കളെ കാണാൻ പോയപ്പോൾ കുറേ നേരം അവർ നമ്മളോട് സംസാരിച്ചു. അവർക്ക് സംസാരിക്കാൻ ആളുകളില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അതേസമയം നമ്മുടെ യുവതലമുറ, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം പ്രൈവറ്റ് ജോലിക്കാരാണ്. ഞങ്ങൾക്ക് അങ്ങനെ സമയമില്ല. അപ്പോൾ പ്രായമുള്ളവരെ കരുതുക എന്ന് പറയുന്നത് പണം കൊണ്ടോ, അല്ലെങ്കിൽ വസ്ത്രം മേടിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം മേടിച്ചു കൊടുത്തോ എന്നല്ല. കാര്യം അവർക്ക് നല്ല പണത്തിൻ്റെ ആവശ്യമില്ല, എങ്ങും പോകാനില്ല. നല്ല ഭക്ഷണം കഴിക്കാനുള്ള ആരോഗ്യമില്ല, നല്ല വസ്ത്രമായിട്ട് എവിടെ പോകാനാണ്. പിന്നെ അവർക്ക് വേണ്ടിയത് കുറച്ച് മരുന്ന്, കുറച്ച് ബേസിക് സാധനങ്ങൾ. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ നാട്ടിൻപുറത്ത് ഒരാളെ ശ്രദ്ധിച്ചു. അയാളെന്ന് പറഞ്ഞാൽ വളരെ ആവശ്യതയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് റേഷൻ കടയിൽ നിന്ന് റേഷൻ മേടിച്ചു കൊടുക്കുക, മരുന്ന് കടയിൽ നിന്ന് മരുന്ന് മേടിച്ചു കൊടുക്കുക. ഈ നമ്മുടെ സിറ്റി ലൈഫിലൊക്കെ ഇതെല്ലാം വീട്ടിലെത്തിക്കുന്ന സ്വിഗ്ഗിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഡോർ ഡെലിവറി, ഹോം ഡെലിവറി ഒക്കെ ഉണ്ട്. പക്ഷേ നാട്ടിൻപുറത്ത് അതിപ്പോഴും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതാണ് യഥാർത്ഥമായ കരുതൽ, പ്രായമുള്ളവരെ കരുതൽ. കാര്യം നാളെ എനിക്കും ഈ അവസ്ഥ വരാം എന്നുള്ളൊരു ചിന്തയുണ്ട്. നമ്മൾ മനസ്സിൽ അവരുടെ നന്മ, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം, അവരുടെ ശിഷ്ടകാലം നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അതാണ് കെയർ ദ ഏജ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉപരിയായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. എപ്പോഴും നമുക്ക് അടുത്തിരിക്കാനോ, അല്ലെങ്കിൽ അവർ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറെ കോളിലായിരിക്കാം, നമ്മൾ വേറെ ജോലിയുടെ തിരക്കായിരിക്കാം. പക്ഷെ മനസ്സിൽ അവരുടെ പറ്റിയുള്ള ചിന്തകളുണ്ടോ, ആ നന്മകളാണ് വേണ്ടി. അല്ലാതെ അവരുടെ സമ്പത്ത് അടിച്ചു മാറ്റാനുള്ള സ്നേഹം, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കിട്ടിക്കഴിയുമ്പോൾ അവരെ പുറന്തള്ളാനുള്ള, വളരെ ഒരു മൈനോറിറ്റി, വളരെ കുറച്ച് ആളുകളാണ് ഈ സമൂഹത്തിൻ്റെ വിധി എഴുതുന്നത്. അല്ലെങ്കിൽ ഈ വളരെ കുറച്ച് ആളുകൾ ചെയ്യുന്ന തിന്മകൾ കൊണ്ട് യുവാക്കളെല്ലാം നശിച്ചവരാണ് എന്നുള്ള ഒരു ലേബലിലേക്ക് എത്തുകയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ബഹുഭൂരിപക്ഷം ആളുകളും നന്മ മരങ്ങളാണ്. നന്മ മരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ.
വി.എസ്. അച്യുതാനന്ദനെ പോലെയുള്ള നല്ല നേതാക്കന്മാർ, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നല്ല നേതാക്കന്മാർ നമ്മുടെ നാടിൻ്റെ തുടർ രക്ഷയ്ക്കായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെ നമ്മൾ പ്രായമുള്ളവരെ കരുതണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. സമയം കിട്ടിയാൽ അവരുടെ കൂടെ അല്പസമയം ചിലവഴിക്കാൻ നോക്കണം. അവർക്ക് വേണ്ടുന്ന അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുള്ള ആവശ്യമായിരിക്കും, അല്ലെങ്കിൽ മരുന്ന് അത്യാവശ്യമുള്ളത്, അത് എത്തിക്കാനുള്ള നടപടികൾ നമ്മൾ ചെയ്തു കൊടുക്കണം. വല്ലപ്പോഴും റേഷനൊക്കെ മേടിച്ച് കൊടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ നമുക്ക് അവർക്ക് വേണ്ടി കരുതാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് അല്പസമയം നമ്മൾ കണ്ടെത്തിയാൽ മതി. അത് നമ്മുടെ തിരക്കിട്ട സമയം മാറ്റി വെച്ചിട്ട് ചെയ്യണമെന്നല്ല, നമുക്ക് ഒഴിവുള്ള സമയം ശനിയാഴ്ചകളിലോ വല്ലതും അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും. അത് നമ്മുടെ അടുത്ത തലമുറ കണ്ടാണ് വളരുന്നത്. അതാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ജയ് വൈഷ്ണവ്.